കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ പുതുതായി റോബോട്ടിക്സ് ആൻഡ് ലേസർ യൂറോളജി സെന്റർ ആരംഭിച്ചു. റോബോട്ടിക് സർജറിയിൽ നിരവധി മേന്മകളുണ്ടെന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ KG അലക്സാണ്ടർ പറഞ്ഞു. മൂത്രനാളി, പുരുഷ പ്രത്യുൽപാദന വ്യവസ്ഥ എന്നിവ കൈകാര്യം ചെയ്യുന്ന വൈദ്യശാസ്ത്ര ശാഖയായ യൂറോളജി സമീപ വർഷങ്ങളിൽ വിപ്ലവകരമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. അവയിൽ റോബോട്ടിക് സഹായത്തോടെയുള്ള ശസ്ത്രക്രിയ ഒരു ഗെയിം ചേഞ്ചറായി വേറിട്ട് നിൽക്കുന്നു. പ്രത്യേകിച്ച് ഡാവിഞ്ചി സർജിക്കൽ സിസ്റ്റത്തിന്റെ വരവോടെ വലിയ മാറ്റമാണ് ഉണ്ടായതെന്നും CEO ഡോക്ടർ അനന്ത് മോഹൻ പൈ പറഞ്ഞു. പ്രോസ്റ്റേറ്റ് ക്യാൻസർ, വൃക്ക ക്യാൻസർ, മൂത്രാശയ ക്യാൻസർ, അഡ്രീനൽ ട്യൂമറുകൾ തുടങ്ങിയ ശസ്ത്രക്രിയക്കാണ് ഇത് ഏറെ സൗകര്യപ്രദമാവുക. മറ്റു സൈഡ് നമ്മൾ കീബോർഡ് വഴി ഈ റോബോട്ടിക് സംവിധാനം മുഴ മാത്രം നോക്കി നമ്മൾ രോഗിക്ക് വൃക്ക സേവ് ചെയ്യാൻ പറ്റി. നമ്മൾ ആദ്യം സർജറി തുടങ്ങുന്ന കാലത്ത് എല്ലാം ഓപ്പൺ സർജറി ആയിരുന്നു. ഓപ്പൺ സർജറി എന്നുള്ള ട്രാൻസിഷൻ ടു കീഹോൾ സർജറി അത് കുറച്ച് ടൈം എടുത്തു. കീഹോൾ സർജറി വന്നപ്പോൾ അത് ആൾക്കാർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കാരണം പലരും പലതരത്തിലുള്ള കൺസെപ്റ്റായിരുന്നു. കീഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഹോളിലൂടെ നോക്കുകയാണ് എന്നുള്ളൊരു ധാരണയായിരുന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറിനൊക്കെ പറഞ്ഞു എനിക്കൊരു വിരോധമില്ല, ഞാൻ സർജറി ചെയ്യാൻ തയ്യാറാണ് പറഞ്ഞു. അങ്ങനെ കഴിഞ്ഞതിന് മുമ്പിലത്തെ വ്യാഴാഴ്ച പിന്നെ സർജറി കഴിഞ്ഞു. ഏകദേശം 8 മണി 8:30 പോയി ഓപ്പറേഷൻ തിയേറ്ററിൽ. അത് കഴിഞ്ഞ് വന്നത് എനിക്ക് ഏകദേശം വൈകുന്നേരം ഒരു 4:30 അറിയുള്ളൂ ICUവിൽ വന്നത്. അപ്പോഴത്തേക്ക് 6 മണിയാകുമ്പോൾ ഡോക്ടർ വന്നു. അത് കഴിഞ്ഞ് നോക്കി, അപ്പോൾ ഒന്നുമില്ല. അപ്പോൾ ഞാൻ വർത്താനൊക്കെ പറഞ്ഞ പരിപാടിക്കൊക്കെ കഴിഞ്ഞു. പിറ്റേ ദിവസം രാവിലെ മോർണിംഗിൽ ഒരു 7 മണിയാകുമ്പോൾ സാർ വന്നു. അത് കഴിഞ്ഞ് ചോദിച്ചു, എന്നിട്ട് എന്നെ ഒരു 10 അടി നടക്കാൻ പറഞ്ഞു, സപ്പോർട്ട് വിത്ത് സപ്പോർട്ട്. അങ്ങനെ നടന്നു. അപ്പോൾ എനിക്കൊരു കുഴപ്പമില്ല. അത് കഴിഞ്ഞിട്ട് 2 ദിവസം അവിടെ കിടന്നു. മൂന്നാമത്തേത് വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. വാർഡിലേക്ക് ഷിഫ്റ്റ് ചെയ്തതിന് ശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരിയാണ് പറഞ്ഞു. അങ്ങനെ ദിവസവും രാവിലെ നടത്തി നോക്കിയിരുന്നു, എനിക്ക് എന്തൊക്കെ കുഴപ്പമുണ്ടോ.